ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സഹാബും വഴങ്ങി, നഹ്ല് പുണർന്നു മാറിലൊതുങ്ങി. ശറഫുറ്റോർ മരത്തിന്റെ തടിമറിൽ അമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ. ശറഫുറ്റോർ മരത്തിന്റെ തടിമറിൽ അമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്ങലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നു.